الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പെരുവള്ളൂർ പഞ്ചായത്തിലെ ഈ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ മുജീബ്, ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷനും ദളിത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയും നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനുമായ എ പി ഉണ്ണികൃഷ്ണൻ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും എന്റെ ബഹുമാനിയ സ്നേഹിതനുമായ അബ്ദുൽ കലാം മാസ്റ്റർ, ബ്ലോക്ക് മെമ്പർമാർ ടി പി ഹസൈൻ മാസ്റ്റർ, വിശ്വൻ പുലിയോടൻ, അതുപോലെ 13ാം വാർഡ് മെമ്പർ മുനീർ, 15ാം വാർഡ് മെമ്പർ പി പി സുനിൽ, 7ാം വാർഡ് മെമ്പർ പി എം അഷ്റഫ്, 11ാം വാർഡ് മെമ്പർ പി സി ബീരാൻകുട്ടി സാഹിബ്, 8ാം വാർഡ് മെമ്പർ ഇസ്മായിൽ കാവുങ്ങൽ, അതുപോലെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഹുസൈൻ അരീക്കാടൻ, പ്രിയപ്പെട്ട സ്നേഹിതൻ സലീം ചെമ്പൻ, അതിലുപരിയായി KMCCയുടെ മക്ക കമ്മിറ്റിയുടെ ഭാരവാഹിയും എനിക്കേറെ പ്രിയങ്കരനുമായ നിങ്ങളുടെ നാട്ടുകാരൻ ഹാരിസ് പെരുവള്ളൂർ, മറ്റ് വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള നല്ലവരായ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, കാരണവന്മാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇവിടെ എനിക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ താൻ വന്ന വഴിയും മുസ്ലിം ലീഗിന്റെ വഴിയും സവിസ്തർ പ്രതിപാദിക്കുകയും ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നമ്മുടെ ജില്ലയുടെ ഭരണശിലാകേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ബഹുവന്യരായ റഷീദ് അലി ശിഹാബ് തങ്ങൾ അല്പനിമിഷങ്ങൾക്കകം നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആത്മാഭിമാനത്തോടു കൂടിയാണ് എല്ലാ സ്ഥലത്തും മത്സരിച്ചു പോന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അധിക സ്ഥലങ്ങളിലും ഔദ്യോഗിക ചിഹ്നങ്ങളിലാണ് മത്സരിച്ചത്. എന്നാൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഈ പെരുവള്ളൂർ പഞ്ചായത്തിൽ അരിവാള് തൊട്ടുകൂട്ടാനുണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത. അധിക സ്ഥലങ്ങളിലും അവർ കുടയിലും സ്വതന്ത്ര ചിഹ്നങ്ങളിലുമാണ് മത്സരിച്ചത്. അവിടങ്ങളിലൊക്കെ അവർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാണ്. അവരെ കൂടെ കൂടുന്നവരിൽ ആരൊക്കെ ഉണ്ട്? INL ഉണ്ട്, SDPI ഉണ്ട്, അതുപോലെ സോളിഡാരിറ്റി വെൽഫെയർ പാർട്ടി, പോരാത്തതിന് ലീഗിൽ നിന്ന് നിരാശ ബാധിച്ച കുറെ ആളുകൾ. ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് ഒരു സാമ്പാർ കൂട്ടായിരുന്നു. പല സ്ഥലത്തും ആ മുന്നണിക്ക് സാമ്പാർ മുന്നണി എന്ന് പറയാറുണ്ടെങ്കിലും പെരുവള്ളൂരിൽ അതൊരു പ്രത്യേക സാമ്പാർ മുന്നണിയായിരുന്നു. സാമ്പാറിൽ സാധാരണ പച്ചക്കറി കഷ്ണങ്ങളാണ് കാണാറ്, പക്ഷെ ഇതില് ബീഫ് അടക്കമുണ്ട്. ഈ സാമ്പാറിൽ കോഴിമുട്ടുണ്ട്. ഈ സാമ്പാറിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. സാധാരണ സാമ്പാറിൽ പഞ്ചസാര ഇടാറില്ല, അതുണ്ട് ഈ സാമ്പാറിൽ പെരുവള്ളൂർ. അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടാവുന്നതൊക്കെ ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ലക്ഷ്യം എന്താ? ലീഗിനെ തോൽപ്പിക്കൽ. പക്ഷേ നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങളെ തോൽപ്പിച്ചവരെ കൊണ്ട് തന്നെ
ഞങ്ങൾക്ക് മികച്ചു നിൽക്കാനുള്ള പരുവത്തിൽ പെരുവള്ളൂർ പഞ്ചായത്തിന്റെ അംഗബലം ചിട്ടപ്പെടുത്തി തന്ന വോട്ടർമാരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ മുസ്ലിം ലീഗ് കുഞ്ഞായിൻ മുസ്ലിയാർ റോളിലാ വന്നത്. രസിക ശിരോമണിയായ കുഞ്ഞായിൻ മുസ്ലിയാർ എല്ലാവരെയും ഏത് ഫലിതവും തമാശയും പറഞ്ഞ് ഒരു കാര്യം ബോധ്യപ്പെടുത്തി ഒന്ന് പറ്റിക്കും. പറ്റിക്കലിനപ്പുറം അതിൽ പാഠങ്ങളുണ്ടായിരുന്നു. ഇവിടെ എന്താ പാഠം? കുഞ്ഞായിൻ മുസ്ലിയാർ എല്ലാവരെയും മുമ്പിൽ മികച്ചു നിൽക്കുന്നു എന്ന് കണ്ടപ്പോ ഒരു ഭാര്യയും ഭർത്താവും ഒത്ത് അവർ രണ്ടുപേരും പറഞ്ഞു, കുഞ്ഞായിൻ മുസ്ലിയാരെ നമുക്കൊന്ന് പറ്റിക്കണം. അതിനുവേണ്ടി ഞാനൊരു ദിവസം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുഞ്ഞായിൻ മുസ്ലിയാരെ കൊണ്ടുവരും. ഇന്ന് എന്റെ വീട്ടിലാണ് ചെലവ് എന്ന് പറഞ്ഞിട്ട്, നീ എന്ത് ചെയ്യണം? ആ ഭക്ഷണം കഴിക്കണം നേരം നോക്കി അരി ചേറി ഇങ്ങനെ ഇരിക്കണം, വിളക്ക് കത്തിച്ചു വെച്ച്. ഞാൻ നല്ല വേദനാകാതെ നിന്റെ പെരടിക്കൊന്നാണ്ട് തരും. അപ്പൊ നീ കുഞ്ഞായിൻ മുസ്ലിയാരെ മുമ്പിൽ നിന്ന് ഒരു ലെവലേശം അരി പുറത്തേക്ക് പോകാതെ മുറം വലിച്ചെറിയണം. അങ്ങനെ കുഞ്ഞായിൻ മുസ്ലിയാരെ അന്ന് പട്ടിണി കിടണം. പെരുവള്ളൂരിൽ ലീഗിനെ പട്ടിണിക്കിടാൻ ആഗ്രഹിച്ചവർക്ക് മുമ്പിൽ ഞാൻ കുഞ്ഞായിൻ മുസ്ലിയാരെ അവതരിപ്പിക്കുക. കുഞ്ഞായിൻ മുസ്ലിയാരെ കൊണ്ടുവന്നു. ഈ ഒത്ത ദമ്പതികൾ രണ്ടുപേരും കുഞ്ഞായിൻ മുസ്ലിയാരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, പോവല്ലേ? അത് വേണ്ട, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടല്ലേ കുഞ്ഞായിൻ മുസ്ലിയാർ? ഇയാള് പറഞ്ഞു, എന്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ അന്നം തരണം എന്നുള്ളത്. എന്നാ അങ്ങനെ ഒരു മുറാദ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആവട്ടെ, വരികയാണ്. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെ പടിപ്പുരന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കയറി വരുമ്പോ പറഞ്ഞ പോലെ ഭക്ഷണം വിളമ്പേണ്ട നേരത്ത് അരി ചേറിക്കൊണ്ടിരിക്കുന്ന ഭാര്യയെയാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞു തീരുമാനിച്ചതാണ്, ഇവിടൊക്കെ നടന്ന പോലെ. അങ്ങനെ നേരെ വന്ന് ഇയാൾ ഓടി വന്നിട്ട് ഇവളെ പെരടി കൊന്നാണ്ട് കൊടുത്തു. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇവൾ ഒരു ലെവലേശം അരി പുറത്തേക്ക് പോകാതെ മുറം അങ്ങോട്ട് എറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞായിൻ മുസ്ലിയാർ പറഞ്ഞു, ഞാൻ പട്ടിണി ഇടുന്നോളാം, ഞാൻ കാരണമായിട്ട് നിങ്ങൾ രണ്ടാളും തെറ്റണ്ട, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഉടനെ ഈ ഭർത്താവ് പറഞ്ഞു, ഇത് തന്നെയാണ് ഈ പെണ്ണൊരുത്തിന്റെ പണി. പറഞ്ഞതൊന്നും കേൾക്കൂല മുസ്ലിയാരെ. തിന്നാൻ നേരത്താ ഇവളെ ചേറൽ. ഞാൻ എന്തു പറയാനാണ് ഇതിന്? സാരല്ല, നിങ്ങൾ തമ്മിൽ തെറ്റണ്ട, നിങ്ങൾ തൽക്കാലം എനിക്ക് ഒരു ചൂട്ട് തന്നാ മതി എന്ന് പറഞ്ഞ് ഓലക്കൊടിയൊക്കെ കെട്ടി ചൂട്ട് കത്തിച്ചു കൊടുത്ത് ആ ചൂട്ട് മിന്നി കുഞ്ഞായിൻ മുസ്ലിയാർ പോവുകയാണ്. കുറെ പോയി അപ്പുറത്തെത്തിന്ന് കണ്ടപ്പോ ഇവർ രണ്ടാളും ഹാപ്പി ആയിട്ട് സന്തോഷം പങ്കിടുകയാണ്. വലിയ വളവനാ മൂപ്പര്, എന്നും നമ്മളെ പറ്റിക്കൽ, അന്ന് മൂപ്പരെ പറ്റിച്ചു. ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാ കുഞ്ഞായിൻ മുസ്ലിയാർ അതിനേക്കാൾ കാഞ്ഞ വളവനാണ്, ലീഗ് പോലെ. കുഞ്ഞായിൻ മുസ്ലിയാര് ദൂരെ നിന്ന് ചൂട്ട് കുത്തിക്കെടുത്തി പോയ വഴി അതുപോലെ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു വന്നു. ഈ വീട്ടിന്റെ മറുവിൽ വന്ന് ജനലിന്റെ അവിടെ വന്നു. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷം പങ്കിടുക. നല്ല വേദനാകാതെ ഞാൻ എന്റെ പെരടിക്ക് ഒന്നാണ്ട് തന്നത് എങ്ങനെ? ഭർത്താവ്. ഇപ്പൊ ഭാര്യ ലെവലേശം അരി പുറത്തേക്ക് പോകാതെ ഞാൻ മുറം പൊന്തിച്ചിട്ടത് എങ്ങനെ? അപ്പൊ കുഞ്ഞായിൻ മുസ്ലിയാർ നേരെ പോകാതെ ചൂട്ട് കുത്തിക്കെടുത്തി ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് എങ്ങനെ എന്ന് ചോദിച്ചതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പെരുവള്ളൂർ പഞ്ചായത്തിൽ കുഞ്ഞായിൻ മുസ്ലിയാരുടെ റോളിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, എന്തിനോടെല്ലാമാ നമ്മൾ പോരടിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഈ മോരും മുതരയും ചേർന്നത്? പറയണം. എന്താ SDPIയുടെ ലക്ഷ്യം? SDPIയുടെ ലക്ഷ്യം ഫാസിസത്തെ എതിർക്കുക. അതിന് മാർക്സിസ്റ്റുകാരും പോരാ, ലീഗുകാരും പോരാ, കോൺഗ്രസുകാരും പോരാ എന്ന് പറഞ്ഞിട്ടാ അവര് പറഞ്ഞു വീണത്. വെൽഫെയർ പാർട്ടിയോ? വെൽഫെയർ പാർട്ടി കുറെ കാലായി വോട്ട് ചെയ്യൽ ഹറാമാണ്, ഉദ്യോഗസ്ഥനാവാൻ അതിനേക്കാൾ ഹറാമാണ്, അതേപോലെ തന്നെ ശമ്പളം വാങ്ങൽ അതിലും വലിയ തെറ്റാണെന്ന് പറഞ്ഞ് നാട്ടിലെ ആളുകളോടൊക്കെ വോട്ടിംഗ് രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞവരായിരുന്നു. അവരും രാഷ്ട്രീയ പാർട്ടിയായി വന്നു.
INL ഉണ്ടാക്കിയത് എന്തിനാണ്? INL ഉണ്ടാക്കിയത് ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ലീഗ് നിനക്ക് ബോധം തെളിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ്. ആ INL പല സ്ഥലങ്ങളിലും ലീഗിനെതിരെ കോൺഗ്രസിന്റെ ഒപ്പം. കൗതുകപരം. പിന്നെന്തിനാ മക്കളെ നിങ്ങൾ പറന്നു വീണത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെന്നാ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എടുത്തുക്കണോ? ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഊരമേൽ കൂര കെട്ടാൻ എത്ര കാലായി സാധുക്കൾ നടക്കണം? ഇതുവരെ അഡ്മിഷൻ കൊടുത്തിട്ടില്ല. അപേക്ഷ ഫോറേറ്റ് വരാന്തയിലാണ്. ആ INL ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവേശനമില്ല. നോക്കണം, ലീഗിനെ എതിർക്കുന്ന പലരും കൊണ്ടോട്ടിയിൽ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ CPM-ന്റെ കസേരയിലിരുന്നു. INL മത്സരിക്കണോടത്തൊക്കെ എന്താ സ്ഥിതി എന്നറിയോ? പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ കാണാം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അവിടെ എഴുതിയിരിക്കുന്നു LDF INL തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. LDF എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, പിന്നൊരു INL കൂടി. കാരണം എന്താ? INL LDF-ൽ പെടൂല. പക്ഷെ എന്താണ്? യാതൊരു നാണവുമാനും ഇല്ലാതെ നമ്മൾ പിന്തുണ തരാന്ന് പറഞ്ഞിരിക്കാം. INL LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. അങ്ങനെയുണ്ട് ഒരു ബോർഡ്. ബിരിയാണി സാധനങ്ങളും പിന്നെ അണ്ടിപ്പരിപ്പും ലഭിക്കുന്നതാണ് എന്നൊരു ബോർഡ് ആദ്യമായിട്ടാണ്. ഈ അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ അത് ബിരിയാണി സാധനത്തിൽ പെടുമല്ലോ. അത് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടാണ്? പരിഗണിച്ചിട്ടില്ല. സേട്ടു ഇപ്പോഴും ശരീഅത്തിന്റെ ആളല്ലേ എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി അന്ന് പറഞ്ഞത്. കേരള കോൺഗ്രസിനെ ഇടതുമുന്നണിക്ക് എടുക്കാത്തതും അതുകൊണ്ടായിരുന്നു. ജോസഫ് ആയാലും മാണി ആയാലും ഇടതുമുന്നണിക്ക് വരുമ്പോ ഒരു ഷർത്തുണ്ട്. എന്താ ഷർത്ത്? പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളിപ്പറയണം. മാണിയും ജോസഫും പറഞ്ഞു, പള്ളിക്കാരെയും പട്ടക്കാരെയും ഒഴിവാക്കിയിട്ടൊരു പാർട്ടി ഇല്ല, ഞങ്ങൾ നിൽക്കണോടത്ത് നിന്നോളാം. INL അങ്ങനെയല്ല. സാധുക്കൾ പോയി അപ്പുറത്ത് നിന്നു. പല സ്ഥലത്ത് ഇവരുടെ കൂടെയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാ മത്സരിക്കാൻ അവസരം തന്നത്? ഇവിടങ്ങളിലൊക്കെ നടക്കും. എന്താ നിയമസഭയിൽ നിങ്ങൾ അടുപ്പിക്കാത്തത്? എന്താ അവരോടുള്ള തീരുമാനം എന്താണ്? ആലോചിച്ച് നോക്കണം. പല സ്ഥലത്തും ചെയ്യുന്നത് അതാണ്. പിന്നെ വോട്ട് എത്രയുള്ളത്? അധികമൊന്നും ഉണ്ടായിട്ടല്ല. ഇവർക്കൊക്കെ അധികമൊന്നും ഇല്ല, ഒരു പോകണ്ടാവും. പക്ഷെ എന്താ ചെയ്യല്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊട്ടയിൽ കൊണ്ടിടുക. ഇതൊരു ലീഗിനെ തോൽപ്പിക്കുക. ആകെ 8, 18, 38 അങ്ങനെ ഉണ്ടാവും. എന്നിട്ടോ ജയിച്ചവന്റെ ഒപ്പം ജാഥയിൽ പോവുക. ജയിച്ചവന്റെ ഒപ്പം ജാഥയിൽ പോവുക. അത് പണ്ട് രാജവമ്പാല കടിച്ചിട്ട് മരിച്ചവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഞാഞ്ഞൂല് പറഞ്ഞത്രേ, ഞങ്ങളെ ടീമിനേറ്റ് കളിച്ച് അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ? വലിപ്പുണ്ടായിട്ടല്ല, വിഷണ്ടായിട്ടല്ല. ജയിക്കണോന്റെ ഒപ്പം കൂടുക. ഞങ്ങൾക്കും പറ്റൂലേ അത്? ഞങ്ങൾ ഈ കോണിയൊക്കെ കണ്ട് ഒഴിവാക്കി. ആരാ ജയിക്കണെന്ന് നോക്കിയിട്ട് ഓലപ്പാണ്ട് കൂടിയിട്ട് നിങ്ങളെ തോൽപ്പിച്ച് എന്ന് പറഞ്ഞു നടക്കാൻ. ഞങ്ങളെ രാഷ്ട്രീയം അന്നത്തെ അരിക്ക് അമ്മയെ കൊല്ലുന്ന ഏർപ്പാടല്ല. ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില നന്മകളുണ്ട്. ഇപ്പോഴും ഇതുപോലെയുള്ള ചടങ്ങുകളിലൊക്കെ ബൈത്തുറഹ്മയുടെ താക്കോല് കൊടുക്കുകയാണ്. തോറ്റാലും ജയിച്ചാലും ആ ഏർപ്പാട് ഞങ്ങൾ നിർത്തുന്നില്ല. നിങ്ങളെപ്പോലല്ല. എന്നിട്ട് എന്താ ചിഹ്നം? ഇത്രയധികം സ്വതന്ത്ര വേഷം കെട്ടിയൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നമ്മൾ എവിടെങ്കിലൊക്കെ 1, 2 സ്ഥലത്തൊക്കെ സ്വീകരിക്കും. ഇപ്പൊ ജയിച്ച ഈ 9 ആളുകളും കോടി ചിഹ്നത്തിലാണ്. പക്ഷെ അരിവാൾ എത്ര ഉണ്ടായി കൂട്ടത്തിൽ? അരിവാളിൽ നിന്നിട്ടില്ല എന്നാ ഞാൻ അറിഞ്ഞത്. പല സ്ഥലത്തുണ്ടാ കപ്പും ശ്വാസം. ചില സ്ഥലത്ത് ജീപ്പ്, ഓട്ടോറിക്ഷ, അതുപോലെ ഉള്ള വാഹനങ്ങള് ചിത്രം കണ്ട വർക്ക്ഷോപ്പിന്റെ മുമ്പ് നിർത്താൻ തോന്നിപ്പോകും. എന്തൊരു കഥയാണ്! പാർട്ടിയുടെ പേര് പോലും പറയാതെ സ്വതന്ത്ര വേഷം. ജയിച്ച CPM ജയിച്ചു, തോറ്റ സ്വതന്ത്രം തോറ്റു എന്ന് പറയണം. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ കൂടെ കൂടി കൊടുക്കുക. എന്നിട്ട് പറയാ കാറ്റ് ഇടത്തോട്ട്